കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ചാലോട് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് സംവിധാനം പരാജയമെന്ന് വ്യാപക പരാതി. 2 ദിവസമായി തകരാറിലായതിനെ തുടർന്ന് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കെ ഈ സമയങ്ങളിൽ യാതൊരു കുരുക്കുമില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെന്ന് വ്യാപാരികളും ഡ്രൈവർമാരും പറയുന്നു. സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ 4 റോഡിലും വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാവുന്നത്. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. സ്റ്റോപ്പിംഗ് ടൈം കൂടുതലും റണ്ണിംഗ് ടൈം വളരെ കുറവുമായതിനാൽ കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ സമയമെടുക്കുന്ന അവസ്ഥയാണ്. സിഗ്നൽ വന്നതോടെ വ്യാപാരികളെ സംബന്ധിച്ച വലിയ പ്രയാസമാണ്. ടൗണിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കാത്തതും ജംഗ്ഷനിലെ കച്ചവടക്കാരെ സംബന്ധിച്ച വലിയ പ്രതിസന്ധിയിലാണെന്നും അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. ചാലോടിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം തികച്ച പരാജയമാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ സിഗ്നൽ സംവിധാനത്തിന് തകരാറായതിനാൽ വളരെ സുഗമമായി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വെച്ചാൽ കണ്ണൂരിൻ്റെ 4 റോഡിലും വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി നിന്നുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. കാരണം ഒരു കച്ചവട സ്ഥാനത്തിനും ആൾക്കാർ കയറാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ 2 ദിവസം ആയിട്ട് ഇവിടുത്തെ സിഗ്നൽ സംവിധാനം ചെറിയ തകരാറായിട്ടില്ല. അതുപോലെ തന്നെ ചാലോട് ജംഗ്ഷനിൽ അതുപോലെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ ഈ ചെറിയ കാലയളവിൽ ഈ സിഗ്നൽ സംവിധാനം വന്ന മുതൽ ഇവിടുത്തെ വ്യാപാര മേഖല പാടെ തകർന്നിരിക്കുകയാണ്. വ്യാപാരികളുടെ പൂട്ടിപ്പോണ്ട ലെവലിലാണ്. ഇവിടെ റോഡ് ചുരുക്കുകയും സിഗ്നൽ സംവിധാനം കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വ്യാപാരികൾ ഇന്ന് കയ്യട്ടം വെക്കാതൊരവസ്ഥയിലുള്ളത്. ഇത് ശരിക്കും പഠിച്ചുകൊണ്ട് അധികൃതർ ഇതിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വികസനം വരുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികളെയും എല്ലാ ഓട്ടോക്കാരെയും ബസ്സുകാരും എല്ലാവരും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നല്ലൊരു നടപടി സ്വീകരിക്കണം. എല്ലാ ഭാഗത്തേക്കും ഉപജാല് വന്നു, അതിനുശേഷം കൈവരി വന്നു. പക്ഷേ റോഡ് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായില്ല. അപ്പോൾ അതിനുശേഷം വന്ന ട്രാഫിക് സിഗ്നൽ സംവിധാനം. അപ്പോൾ സംവിധാനം വന്നതിന് ശേഷം ഒരു വാഹനങ്ങൾക്കും കൃത്യമായി കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വാഹന കുരുക്ക് വല്ലാത്ത രീതിയിൽ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് 2 ദിവസം സിഗ്നൽ സംവിധാനത്തിൻ്റെ തകരാറ് കൊണ്ടുവന്നാണെന്നറിയില്ല. ഇപ്പോൾ അത് നിലച്ചിട്ടുള്ളത് വാഹനങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഈ സിഗ്നൽ സംവിധാനം ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. കാരണം ഇവിടെ 4 റോഡ് ജംഗ്ഷൻ ഉണ്ട് എന്നുള്ളതൊരു അതിൻ്റെ ഒരു അറിയിപ്പ് ഉള്ള ബോർഡ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. സിഗ്നൽ സംവിധാനം പരാജയമാണെന്നും അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട പുനഃപരിശോധന നടത്തണമെന്നുമാണ് ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ചാലോട് ട്രാഫിക് സംവിധാനം വന്നപ്പോൾ സിഗ്നൽ സംവിധാനം വന്നപ്പോൾ നമ്മളും വിചാരിച്ച് വളരെ വിജയപ്രദമാകും എന്ന രീതിയിലായിരുന്നു. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. പണ്ട് കാലത്തിലും വല്ലാണ്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാഫിക് സംവിധാനം വന്നതിന് ശേഷം ഈ കുരുക്ക് കൂടുതൽ രൂക്ഷമാകുകയത്. ഒന്നാമത് ഈ റോഡിന് ഇവിടെ വീതിയില്ല ചാലോട്. അതുപോലെ ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത ഇന്നും ഇന്നലെയും ഇവിടെ ട്രാഫിക് സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ഒരു ട്രാഫിക് ജാമുമില്ല. വളരെ നല്ല രീതിയിലാണ് സ്മൂത്തായിട്ടാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ട്രാഫിക് സംവിധാനം ഒന്നും കൂടി പുനഃപരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ പൊതുജനങ്ങളുടെ ഏറെ ചർച്ചയാവുകയും ജീവൻ പോലും നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെ ചാലോട്ടിലുണ്ടായിട്ടുണ്ട്. നിരന്തരമായി അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലോട്ടിൽ സിഗ്നൽ സിസ്റ്റം നടപ്പാക്കിയത്. കഴിഞ്ഞ 2 ദിവസം ഈ സിസ്റ്റം ഇല്ലാതെ ഇരുന്നപ്പോൾ വളരെ സുഗമമായ യാത്ര, എവിടെയും തടസ്സമില്ല, എവിടെയും ബ്ലോക്കില്ല, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ സിസ്റ്റം നമുക്ക് ഒഴിവാക്കി റോഡ് വീതി കൂട്ടാൻ, അതോടൊപ്പം തന്നെ ചാലോട് 4 തവര വീതി കൂട്ടി ഒരു സർക്കിളാക്കി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 2 ഭാഗത്തുള്ള ബമ്പ് കൊണ്ട് ഈ ചാലോടിൽ ഏറ്റവും കൂടുതൽ വാഹന ഗതാഗതമുള്ളത് ഭാരം കയറ്റിയ വാഹനങ്ങളാണ്. അത് പോകാൻ ഒരു 10 സെക്കൻഡ് തന്നെ ഒരു ലോറി മൂവ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് തന്നെ ചാലോട് ടൗണ് ഭയങ്കര കുരുക്കായി വരുന്ന അനുഭവമാണ് ഈ ട്രാഫിക് സിഗ്നൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആ സിഗ്നൽ സംവിധാനം ഇല്ലാതായാൽ ചാലോട് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒരുവിധം ആശ്വാസമാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാലോട്. 10 വർഷത്തിലധികമായി ചാലോടിന്റെ മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് BSS അംഗീകൃത പഠന കേന്ദ്രം, നിഷിത കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, ചാലോട്.